ഹലോ ഡിയേഴ്സ്, നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, ഒരു കുക്കിംഗ് വ്ളോഗ് പോലെ എടുക്കാമെന്ന് വിചാരിക്കുവാണേ. അപ്പോൾ വേറെ ഒന്നുമല്ല, സിമ്പിളായിട്ടുള്ള ഈ എന്താ പറയുക, തമ്പനയിൽ നിങ്ങൾ കണ്ടു കാണുമല്ലോ, നമ്മുടെ സാമ്പാറും മീൻ വറുത്തതും. ഈ ഒരു കോമ്പിനേഷൻ എനിക്ക് തോന്നുന്നു ഒത്തിരി ആൾക്കാർക്ക് ഇഷ്ടമുള്ളതാണെന്ന് തോന്നുന്നു. പണ്ട് എനിക്കങ്ങനെ ഈ സാമ്പാറും ഉണക്കമീൻ വറുത്തതും കൂടെ ഒരു കോമ്പിനേഷൻ പണ്ട് വീട്ടിൽ വെച്ചൊക്കെ കഴിക്കുന്നത്. പക്ഷേ നമ്മുടെ പച്ചമീൻ വറുത്തതും സാമ്പാറും ഒരു കോമ്പിനേഷനാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾക്ക്. ഇത് രണ്ടും മാത്രം മതി. ഇപ്പം മീൻ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ സാമ്പാർ, ഇപ്പം മീൻ വറക്കാൻ വാങ്ങിക്കുകയാണെങ്കിൽ സാമ്പാർ മാത്രം മതി എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒരു കോമ്പിനേഷൻ. അപ്പോൾ ഇന്ന് നമുക്ക് മീൻ വറക്കാൻ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഇന്ന് സാമ്പാർ വെക്കുന്നുണ്ട്. അപ്പോൾ ആ സാമ്പാർ വെക്കുന്നതും കൂടെ, ഞാൻ വെക്കുന്ന രീതി സാമ്പാർ ഇവിടെ പക്ഷേ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ചേട്ടന് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ സാമ്പാർ വെക്കുന്നത്. എന്താ പറയുന്നത്, പണ്ട് ഞാൻ ബീട്രൂട്ടൊക്കെ ഇട്ട് വെച്ച് സാമ്പാർ വെച്ചിട്ടുണ്ട്. കാര്യം അറിയാത്ത സമയത്ത്, കാര്യം എല്ലാ കഷ്ണങ്ങളും ഇടുന്ന കറിയാണല്ലോ സാമ്പാർ, അവിയൽ പോലെ. അപ്പം എന്താ അങ്ങനെ ബീട്രൂട്ടൊക്കെ ഇട്ട് വെച്ച ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും എന്താ തേങ്ങ അരച്ച സാമ്പാറൊക്കെ വെക്കാറുണ്ട്. അതായത് നമ്മൾ തേങ്ങ അരച്ച സാമ്പാർ വെക്കുന്നത് നമ്മുടെ ഈ ദോശയ്ക്കും ഇഡലിക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ ഈ വെജിറ്റേറിയൻ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുമല്ലോ, ആ രീതിയിൽ വെക്കും. പിന്നെ ചോറിൻ്റെ രീതിയിൽ സാമ്പാർ, ചോറിന് വെക്കുന്ന രീതിയിൽ. അപ്പം ഇന്ന് ഞാൻ വെക്കുന്ന സാമ്പാറും കാണിക്കാം, മീൻ വറുത്തതും ആ ഒരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാൻ പോവാം. ആദ്യമേ പരിപ്പ് വേഗം വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആ വീഡിയോയിലേക്ക്. അപ്പോൾ അതേ പരിപ്പ് വേകാൻ വേണ്ടി വെക്കുക കേട്ടോ. എപ്പോൾ സാമ്പാർ വെച്ചാലും ഞാൻ ഇങ്ങനെ പരിപ്പ് ആദ്യം വേവിച്ചിട്ട് പിന്നെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാറുള്ളൂ. ചിലർ സാമ്പാറിൻ്റെ കഷ്ണവും ഈ പരിപ്പും എല്ലാം കൂടെ ഒരുമിച്ചിട്ട് വേവിക്കാറുണ്ടല്ലോ. അങ്ങനെ വെക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. കാര്യം നമ്മുടെ പരിപ്പിൻ്റെ വേകുന്നതിൻ്റെ കൂടത്തെ കഷ്ണങ്ങളും വെന്തങ്ങ് ഉടഞ്ഞു പോകും. പക്ഷേ കഷ്ണം വെന്തിട്ട് ഇങ്ങനെ കുറച്ച് കഷ്ണങ്ങളായിട്ട് ഇങ്ങനെ കിടക്കണം സാമ്പാറിൽ. കഴിച്ചില്ലെങ്കിലും അത് കിടക്കുന്ന കാണണം. അതുകൊണ്ട് അങ്ങനെയാണ് എനിക്ക് സാമ്പാർ വെക്കാൻ ഇഷ്ടം കേട്ടോ. അപ്പോൾ പരിപ്പ് അവിടെ നിന്ന് ഒരു 2-3-4 വിസിലടിക്കുമ്പോൾ അങ്ങ് വേഗം. ആ സമയം കൊണ്ട് നമുക്ക് കഷ്ണങ്ങൾ എടുത്ത് അരിയാനുള്ള സമയവും കിട്ടുമല്ലോ. അപ്പോൾ അത് എല്ലാ കഷ്ണങ്ങളും ഒക്കെ എടുത്ത് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അരിയുന്നതും നല്ല വലിയ വലിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിടാറുള്ളൂ. പിന്നെ അതേ പുളിയും കൂടെ എടുത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചു. പിന്നെ തക്കാളിയും നമ്മുടെ വെണ്ടയ്ക്കയും കൂടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അത് ഈ പരിപ്പൊക്കെ വെന്തപ്പോഴത്തേക്കിന് അതിനകത്തോട്ട് നമ്മുടെ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തു. വീണ്ടും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം കൂടി ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ ഈ കഷ്ണങ്ങളും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു 2 അല്ലെങ്കിൽ 3 3 വിസിൽ അതിൽ കൂടുതൽ അടുപ്പിക്കാറില്ല കേട്ടോ. അത്രയും അടിച്ചിട്ട് തുറക്കുമ്പോൾ തന്നെ നമ്മുടെ കഷ്ണം എല്ലാം വെന്തിരിക്കുമായിരിക്കും. എന്നിട്ട് പിന്നെയാണ് നമ്മുടെ തക്കാളിയും വെണ്ടയ്ക്കയും കൂടി ചേർത്തിട്ട് അതും കൂടി ഒന്ന് വേകാൻ വേണ്ടി വെക്കും കേട്ടോ. അതെല്ലാം കൂടി അവിടെ കിടന്ന് തിളച്ച് ആ ഒരു തക്കാളിയൊക്കെ വേകുന്ന ഒരു പരുവൊന്നും ആകുമല്ലോ. ആ സമയം കൊണ്ട് നമ്മുടെ ഈ മസാല എല്ലാം കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കട്ടതേ. മുളക് പൊടിയും മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും എല്ലാം കൂടി പുളി വെള്ളവും കൂടെ ഒഴിച്ച് അത് കലക്കി അങ്ങ് ചേർക്കും കേട്ടോ. അങ്ങനെ അതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് തിളച്ച് നമ്മൾ കടുവൊക്കെ വറക്കാറാകുന്ന സമയമാകുമ്പോഴത്തായിരിക്കും ഞാൻ ഈ നമ്മുടെ കായപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. ഇപ്പോൾ കട്ടിക്കായം ഉണ്ടെങ്കിൽ ഭയങ്കര മണമായിരിക്കും. ഇതിപ്പോൾ കായപ്പൊടിയാണേ. അതൊക്കെ കഴിഞ്ഞ് ലാസ്റ്റ് കായപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് തിളച്ചിട്ട് നമ്മുടെ കടുവും കൂടി വറുത്ത് ചേർക്കും. കടുക് വറുത്ത് ചേർത്തിട്ട് ഒരു നുള്ളു ജീരകം ഒന്ന് പൊടിയാണെങ്കിൽ പൊടി, ഇതിപ്പോൾ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അതും കൂടെ പൊട്ടിച്ച് ചേർത്തപ്പോഴത്തേക്കിന് നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ആവശ്യത്തിന് കുറുകിയെടുക്കാം. ഒരുപാട് കുറുകിയെടുക്കണ്ട, ഏതായാലും ചൂടായിട്ടിരിക്കുമ്പോൾ തന്നെ അത് തന്നെ കുറുകി അങ്ങ് വരും. അതുകൊണ്ട് ഇച്ചിരി ചാറോട് കൂടി ആയിരിക്കും ആദ്യം എടുക്കുന്നത്. അങ്ങനെ ഞാൻ മീനും വറുത്തു. അങ്ങനെ നമ്മുടെ സാമ്പാറും റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ചോറിന് ഈ സാമ്പാറും മീൻ വറുത്തതും മാത്രമാണ് ഇന്ന് കേട്ടോ. അപ്പോൾ അടുത്തുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ, ബൈ.